ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു കാർ വിൻറ്റേജ് കാർസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. വേറെ എവിടെയല്ല, നമ്മുടെ ഹൈലൈൻഡർ ഗ്യാരേജിലാണ്. നമ്മുടെ തുറവൂർ ഹൈലൈൻഡർ ഗ്യാരേജ്, നമ്മുടെ സനീഷേൻ്റെ ഗ്യാരേജിലാണ് നമുക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെൽക്കം ടു അജിത് വ്ലോഗ്സ്. അപ്പോൾ ഗൈസ്, ഇതേ നമ്മുടെ സനീഷേട്ടൻ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഹൈലൈനർ ഗ്യാരേജിന്റെ ആളാണ്. അപ്പൊ സനീഷേട്ടാ പറയൂ എന്തുണ്ട്, പിന്നെ നമ്മുടെ വണ്ടിയുടെ കുറിച്ചൊക്കെ കുറച്ച് നമുക്ക് അറിയാനും കൂടിയാണ് നമ്മുടെ ചേട്ടാ പറയും. അപ്പോൾ ഇത് നിസാൻ പെട്രോൾ Y60 ആണ്. ഓക്കെ, ഇത് 1994 ആ ടൈമിലൊക്കെ ഉള്ള വണ്ടിയാണ്. ഇത് നമ്മളിപ്പോ റീസെന്റ് സിനിമയിലുണ്ട്, റൈഫിൾ ക്ലബിലുണ്ട്. എൻ്റെ അടുത്ത് വില്ലന്മാര് ബാംഗ്ലൂരിൽ നിന്ന് നന്നായിട്ട് കാണിക്കണത് ഈ വണ്ടിയുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. അടുത്ത് നമുക്ക് നോക്കുന്ന ഏതാ അംബാസിഡർ? ഇത് 1961 മോഡലാണ്, മാർക്ക് 1 അംബാസിഡർ ആണ്. ഇത് ഫുൾ ഒറിജിനാലിറ്റി ഒക്കെ തന്നെ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കണേ. വേറെ ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ല, എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. എല്ലാം നല്ല പക്ക മെയിൻറ്റെയിൻസ്, ഒരു രക്ഷയില്ല. അടുത്ത കാണിച്ചുതരാം. ഇതുണ്ടോ സീറ്റ് ആണെങ്കിലും എല്ലാം. ഈ സീറ്റൊക്കെ എങ്ങനെയാ? സീറ്റെല്ലാം നമ്മൾ രണ്ടാമത് ചെയ്തതാണ്. സ്റ്റീരിയോ ഒക്കെ ഉണ്ടല്ലോ? സ്റ്റീരിയോ ഒക്കെ ഉണ്ട്. ഇനി മാറ്റൊക്കെ ചെയ്യാനായിട്ടുണ്ട്, എന്നാലും ബാക്കി ഓൾമോസ്റ്റ് വർക്ക് ഫിനിഷ് ആയി. ബാക്കിൽ നമുക്ക് നോക്കാം. അടിപൊളി, എല്ലാം മെയിൻറ്റെയിൻ ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നിസാന്റെ നമുക്ക് നോക്കാം. നമുക്ക് നിസാന്റെ ഇന്റീരിയറിൽ കാണുന്ന എന്താ പക്ക ക്ലീൻ ആണ്, ക്ലീൻ ആണ്. അടിപൊളി. നോക്ക്, അടിപൊളി ഉണ്ടോ? ഇന്റീരിയറൊക്കെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൊടുത്താ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോറിക്ഷ. ഇത് 1980s ഉള്ള ഓട്ടോയാണ്. ഓക്കെ, ഫുൾ റീസ്റ്റോർ ചെയ്താണ്. കുറച്ച് ഇലക്ട്രിക് വർക്ക് മാത്രമേ കുറച്ച് പെൻഡിങ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതൊക്കെ ഇതെല്ലാം ഇവിടെ തന്നെ ചെയ്തതാണ്, നമ്മൾ തന്നെ റീസ്റ്റോർ ചെയ്ത ഓട്ടോ. ഈ വെഡിങ് പർപ്പസിനൊക്കെയാണ്? വെഡിങ് പർപ്പസും ഷൂട്ടിങ്ങിനും അങ്ങനെ ഇതിനു വേണ്ടി ചെയ്തതാണ്. ഇത് സിനിമയിലൊന്നും കൊടുത്തിട്ടില്ല ഇതുവരെ, കൊടുത്തിട്ടില്ല. റീസെന്റ് റീസ്റ്റോർ ചെയ്ത ഇന്റീരിയർ ഒക്കെ ആണെങ്കിലോ? ഇന്റീരിയർ ഒക്കെ ഇപ്പൊ ചെയ്താണ്. ചെയ്തിട്ട് ഒരു 6 months ഒക്കെ ആയി. പിന്നെ ഇത് വുഡാണ്. അത് വുഡാണ്. അടിപൊളി. ഇതെന്താ കൊക്കക്കോളയുടെ ഒരു സാധനം? ഇത് പണ്ടത്തെ ഒരു കൊക്കക്കോളയുടെ ഒരു ബോക്സ് ആണ്. ഇങ്ങനെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ടൈപ്പ് ഒരു ബോക്സ്. അടിപൊളി സാധനം. പിന്നെ ഒരു സൈക്കിൾ ഞാൻ കണ്ടു, അതെന്താണ്? ഇത് പഴയ ഇംഗ്ലണ്ട് സൈക്കിളാണ്. ഇത് അടിപൊളി. ഇത് റാലി സൈക്കിളാണ്, പഴയ റാലി സൈക്കിൾ. ഇത് ഞാൻ ഫുള്ള് റീസ്റ്റോർ ചെയ്താണ്. ഒരു 3 months ഒക്കെ എടുത്ത് ഇത് ഫുള്ള് റീസ്റ്റോർ ചെയ്ത് ഓരോരോ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അങ്ങനെ ഇതായിട്ട്. ഇപ്പോഴും നമുക്ക് ഇതിന്റെ പാർട്സ് കിട്ടും? പാർട്സ് എല്ലാം കിട്ടും. പിന്നെ ഇത് കാർബൈഡ് ലാമ്പാണ്. കാർബൈഡ് ലാമ്പ്. ഗിയർ ആണോ? ഇത് ഗിയർ സൈക്കിളാണ്, എന്റെ ഗിയർ ആണ്. ഇതൊക്കെ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് ആണ്. ഇതൊക്കെ ബ്രാസിന്റെ ബെല്ലാണ് അതിന് വരുന്നത്. സീറ്റൊക്കെ ലെതറാണ്. കൊറേ തരത്തിലുള്ള സാധനങ്ങളുണ്ട്. എത്ര വണ്ടികളുണ്ടാവും ചേട്ടാ ഇവിടെ? ഒരു 136 വണ്ടിയുടെ അടുത്തുണ്ട്. അടിപൊളിയാണ്. ഇപ്പൊ എല്ലാം മിക്കതൊക്കെ പൊടി പിടിച്ചൊക്കെ ഇപ്പൊ ഇനി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ വരണം. നമ്മുടെ അടുത്ത വീഡിയോ നമ്മുടെ വരും ഗൈസ്, താമസിക്കാതെ എല്ലാം പക്കയായിട്ട്. ട്രക്കൊക്കെ കിടപ്പുണ്ടോ? ട്രക്ക് ഉണ്ട്, ഞാൻ വന്നപ്പോ കണ്ടു. അതെ, റഷ്യൻ ട്രക്കാണ്. അതൊക്കെ നമ്മൾ ഇനി റീസ്റ്റോർ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ വേറൊരു വീഡിയോ എടുക്കും. പിന്നെ എന്തൊക്കെയുണ്ട് ചേട്ടാ ഇവിടെ? ഇത് ബൈക്കും കാര്യങ്ങളൊക്കെ? ബൈക്ക് നമുക്ക് SD250 ഉണ്ട്. പിന്നെ പഴയ സ്കൂട്ടറുകൾ കുറെ ഉണ്ട്, ലാംപെറ്റ, പിന്നെ വെസ്പ. ഇതെല്ലാം നമ്മള് ഷൂട്ടിംഗ് പർപ്പസിനും വെഡിങ്ങിന് അതിന് വേണ്ടി കൊടുക്കുന്നത്, വെഡിങ്ങിനാണ്. അപ്പൊ ഗൈസ് കണ്ടല്ലേ, ഇതൊക്കെയാണ് നമ്മുടെ അധോലോകം, അതായത് വിന്റേജ് കാർസിന്റെ അധോലോകമായിരുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ ഇനിയും ഇത് ചെറിയ വീഡിയോ ആണ്, അതായത് നമുക്ക് ചെറിയ എല്ലാം പൊടി പിടിച്ച് കളക്കാൻ, അതായത് ഇപ്പൊ എല്ലാം യൂസ് ചെയ്യാൻ പറ്റണം നമുക്ക്, അല്ലേ? അതെ, കുറെ വണ്ടികൾ ഇങ്ങനെ ഷൂട്ടിംഗ് പർപ്പസിനൊക്കെ പോകുന്ന നേരത്തിൽ നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കും. അല്ലാത്ത സമയത്ത് കുറച്ച് പൊടിയൊക്കെ ആയിട്ട്, അതുകൊണ്ടാണ് ഞാൻ ബാക്കി വണ്ടികളൊന്നും അങ്ങനെ എടുക്കുന്നത്. യൂസ് ചെയ്യുന്ന വണ്ടികൾ മാത്രമേ എപ്പോഴും ക്ലീൻ ചെയ്ത്. നമ്മുടെ ടർബോയിൽ ഒരു വണ്ടി, ടർബോയിലുണ്ട്, വില്ലി സ്റ്റേഷൻ വാഗൺ, ഒരു ഗ്രീൻ വണ്ടി. അതെ,
അതെല്ലാം നമ്മൾ തന്നെ കൊടുത്തു വെക്കണം. അതെ, നമ്മൾ ഷൂട്ടിങ്ങിന് കൊടുക്കണം. അടിപൊളി. അപ്പൊ കണ്ടില്ലേ ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കൺ എന്നും പറഞ്ഞതൊന്ന് എനേബിൾ വെച്ചേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഹൈലൻഡർ ഗാരേജിന്റെ ഇൻസ്റ്റാഗ്രാമും എല്ലാം നമ്മുടെ ചേട്ടൻ്റെ ഫോൺ നമ്പറും എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും വെഡിങ് പർപ്പസിനോ ഷൂട്ടിംഗ് പർപ്പസിനൊക്കെ വേണമെങ്കിൽ വിളിക്കാം. എല്ലാം പക്കയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.